നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് കണവ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ കണവ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ. ഇനി നമുക്ക് ഈ കണവയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് കണവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് 4-5 വിസിൽ വരുന്നത് വരെ കണവ വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇപ്പോൾ 5 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് പ്രഷർ പോകാനായിട്ട് മാറ്റി വെക്കാം. തോരൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 30 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. 10-15 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വേണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാൻ, എന്നാലേ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കണവ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കുമ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഈ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരവും കൂടെ അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കണവയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് 1-2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.